ഹേ ഗൈസ്, നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് വയനാട് ചുരം ഉരുൾ പൊട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല രീതിക്ക് നമുക്കും അതവിടെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി വെള്ളം കയറി തുടങ്ങി. അപ്പം ഞാനൊരു പഴയ അവസ്ഥ എടുത്തതാണ്. നമ്മളൊരു ഫ്രണ്ട് സൈഡൊക്കെ ഇതാണ് അവസ്ഥ. ഏകദേശം ഇവിടേക്കൊന്നും അങ്ങനോട് മഴേൻ്റെ എഫക്റ്റ് വന്നിട്ടില്ല. പക്ഷേ പെട്ടെന്ന് മഴയും പെയ്ത് തോടൊക്കെ അങ്ങോട്ട് നിറയാൻ തുടങ്ങി, ഡാമുകൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല രീതിക്ക് ഒഴുക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് കയറുന്നുണ്ട്. സ്പീഡ് കണ്ടില്ല, ഐസ് തോടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കയറുന്നത്. ഈ പോക്ക് പോയാൽ നല്ല കയറ്റം കയറുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പുറത്തെ പറമ്പിലൊക്കെ കയറി കഴിഞ്ഞ്, അപ്പുറത്തെ പറമ്പിൽ നിന്ന് കുറച്ചൊരു പൊക്കുണ്ട് നമ്മളെ ഭാഗത്തേക്ക്, പക്ഷേ അവിടെയൊക്കെ ഏകദേശം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മേലത്തെ ഒരു വിഷലാണ്, നല്ല സ്പീഡാണ്. അപ്പോൾ നമ്മളെ മീൻ അതിന് രണ്ടിനെ എങ്ങനെയെങ്കിലും എളാപ്പനവിടേക്ക് മേലേക്ക് മാറ്റണം. അപ്പോൾ എളാപ്പനാണെന്നുള്ളൊരു വിഷയമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളത ഫ്രണ്ടിലൊക്കെ എത്തി തുടങ്ങി. ഞാൻ മെല്ലെ അലിഗേറ്ററും കൂടെ മാറ്റാനുള്ള പരിപാടിയിൽ അലിഗേറ്ററിനെ മാറ്റി സേഫായി. അലിഗേറ്റർ സേഫാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തിരക്ക് പിടിച്ച് മാറ്റാൻ കഴിയില്ല, അതാണ് പെട്ടെന്ന് മാറ്റിയത്. മറ്റ് KPs അവിടെ സേഫാണ്. ഇപ്പോൾ അതാ നമ്മളെ മേലെ നിന്നുള്ളൊരു വിഷയമാണ്. അലിഗേറ്ററിനെ മാറ്റി അവിടെയൊക്കെ അതപ്പം നോക്കിയാൽ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ വെള്ളം നല്ല രീതിക്ക് നിറഞ്ഞത്, അവിടെയൊക്കെ വെള്ളം കയറി നല്ല ഒഴുക്ക് ഇപ്പോഴും ഉണ്ട്. ഒഴുക്കിനൊരു കുറവുമില്ല. ഞാനത് അങ്ങോട്ട് ബാക്ക് സൈഡ് കാണിച്ചു തരാം. അവിടുത്തെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ അത് അവിടുത്തെ പറമ്പുകളും അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയാലും ഏകദേശം ഒഴുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. നല്ല സ്പീഡിലാണ് വെള്ളം കയറുന്നത്. 2018 സമയത്ത് പോലും ഇത്ര സ്പീഡിൽ കയറിയിട്ടില്ല. കയറിയിട്ടുണ്ടെങ്കിൽ പോലും മെല്ലെയാണ് കയറിയത്. ഇത് ഭയങ്കര സ്പീഡാണ്. പെട്ടെന്നാണ് കയറുന്നത്. ബാക്കിൽ നമ്മൾ വീടിൻ്റെ ബാക്കിൽ ഒരു വിഷയിൽ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് സൈഡിലൊക്കെ ഈ ഒരു ലെവലിൽ വെള്ളമെത്തി. കാരണം ബാക്ക് സൈഡ് ലേശം താന്നിട്ടാണ് അവിടെ കയറിയിട്ട് ഫ്രണ്ടിലേക്ക് പിന്നെ കയറി വരിക ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് കയറിയത് അവിടെ ഒരു പൊങ്ങിയ ഭാഗമായതുകൊണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ വേഗം പെട്ടെന്ന് കയറുന്നുണ്ട്. ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അങ്ങേക്ക് തോട്ടുന്നും ഇങ്ങോട്ട് അടിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ പവർ കാണാം. കണ്ടില്ലേ, ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് തള്ളി കയറുന്നത്. ഭയങ്കര സ്പീഡാണ്. നേരത്തെ നമ്മൾ അലിഗേറ്ററിൻ്റെ മീനത് വെച്ചിന് ആ ഭാഗമാണ്, അവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരവസ്ഥ. ഭയങ്കര സ്പീഡിലാണ് വെള്ളം കയറുന്നത്. അപ്പോൾ ഡാം തുറന്ന വെള്ളമാണ്, അതിൻ്റെ കൂടെ മഴ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇവിടെ വഴിയൊക്കെ രണ്ട് ഭാഗത്ത് വഴി അവിടെ താന്നിട്ടാണ്, ഇവിടെയും താന്നിട്ടാണ്. ഇവിടെയൊക്കെ വേക്കിൽ കൂടെ തോടിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെയൊക്കെ വെള്ളം ഫില്ലായി. അവിടേതായ ഭാഗങ്ങളിലൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാലം കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ സമയത്ത് നമ്മൾ ഈ ഒരു ലെവലായപ്പോഴത്തേക്ക് നമ്മൾ മൊത്തം സാധനങ്ങൾ കയറ്റി അവസാനം വെള്ളം ഒരു സ്റ്റെപ്പ് കയറി, അവസാന സ്റ്റെപ്പ് കയറി ഇറങ്ങിപ്പോയൊരവസ്ഥ ഉണ്ടായിനി. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ടിയ, അതായത് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്തത്തെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് ചെറുതൊക്കെ ഉള്ളിൽ നിന്നുള്ളത് കയറ്റി വെച്ച്, വലുതൊക്കെ നമ്മൾ അവസാനം കയറാണ് ലെവലാകുന്ന ലെവലിൽ അപ്പോഴും ഒഴുക്കിന് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തറവാട്ടിലാണത്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ ബാക്കിലൊക്കെ ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ കയറി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബാക്കിൽ ഒരു സാധനം എടുക്കാൻ വേണ്ടി കൂടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ, വീടിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോടിൻ്റെ ഒരു അവസ്ഥ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അവിടെ അപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ പറമ്പിലും എല്ലായിടത്തും കയറിയിട്ടുണ്ട്. അപ്പം എന്നിട്ടും ഇത്രയൊക്കെ വൈഡായി കയറിയിട്ടും ഒഴുക്കിൻ്റെ സ്പീഡ് ഉണ്ടെങ്കിൽ ആ ചേരിയൊക്കെ പോകണതിൻ്റെ അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ആ ഒരു തോടിൻ്റെ സ്പീസാണത്. അപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നായി. നമ്മളെ ഹെൽമെറ്റ് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ തറവാടിൻ്റെ ഫ്രണ്ടാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറിയിട്ടില്ല. ഒരു രണ്ട് സ്റ്റെപ്പും മൂടി, ഇനി അടുത്തത് വീണ്ടും ഉള്ളിലെ കയറാനുള്ള ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒഴുക്ക് നല്ല രീതിക്ക് സ്പീഡിൽ ഒഴുക്കുള്ള സ്ഥിതിക്ക് നമ്മൾ ഉള്ളിലത്തെ ബാക്കി സാധനങ്ങൾ കയറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയറ്റി കസാലൊക്കെ ഇപ്പോൾ കയറ്റും. അപ്പോൾ മേശയും അൾമാറയും ഇതേപോലെ കിടക്ക മേലോട്ട് കയറ്റിയിട്ട് കട്ടിലും താഴത്ത് വെക്കാറാണ് പതിവ്. കാരണം കയറ്റാൻ മുകളിലൊരു റൂമേ ഉള്ളൂ. പിന്നെ അതുമല്ല, അതൊക്കെ സാധാരണ വെള്ളത്തിൽ കിടന്നൊന്നും ആവലില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി തോന്നിയുകൊണ്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്, വേറൊന്നുമല്ല. അപ്പുറത്ത് വരുന്ന അവിടുത്തെ ചളിവെള്ളം, മഴവെള്ളം വരുന്ന നല്ല ക്ലിയർ വെള്ളം. അപ്പോൾ നമ്മളൊരു ദ്വീപും കടലും മാതിരി ഒരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നുമില്ല, സംഭവമൊന്നുമല്ല എന്നാലും. അപ്പോൾ കയറാൻ ഇനി ആകെ ഒരു 4 ഇഞ്ച്
4 ഇഞ്ച് മാക്സിമം. അതും കൂടി കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള കണക്കായി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ മൂത്താപ്പൻ്റെ അതായത് വീടിൻ്റെ അപ്പുറം തന്നെയാണ്, അവിടെ ബാക്കിലൊരു തിണ്ട് പോലെ, അപ്പോൾ അത് ഇടിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പായ് വിരിച്ചത് വിട്ടുപോയി. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി എന്നെ വിളിച്ചില്ല. അപ്പോൾ വെറുതെ അതൊന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പം രാത്രിയാണ് ഇപ്പം മൂത്താപ്പൻ നടന്നു ഇങ്ങോട്ട് പോന്നപ്പോൾ ലേശം ലേറ്റായി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇതിൽ അത്ര അങ്ങോട്ട് ക്ലാരിറ്റി ആവുന്നില്ല. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോവും. കാരണം ടി വിയും കാര്യങ്ങളൊന്നും നമ്മൾ ഊരിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്ര ഹൈറ്റ് കയറില്ലെന്നായിരുന്നു വിചാരിച്ച്. പക്ഷെ ഇപ്പോഴും നല്ല സ്പീഡുണ്ട്, നല്ല സ്പീഡിൽ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടി വിയൊക്കെ മാറ്റേണ്ടി വരും. അതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോവും. അപ്പോൾ അവിടെയൊക്കെ വീട്ടിനുള്ളിൽ വെള്ളം കയറി കഴിഞ്ഞ്, വീട്ടിനുള്ളിൽ വെള്ളം കയറിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 5-6 അടി ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അടിയല്ല, ഇഞ്ചാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ വന്നാലും അങ്ങോട്ട് പോവാണ്. അത് പോയിട്ട് അതിൻ്റെ ബാക്കി പരിപാടി ക്ലിയർ ചെയ്യണം. സംഗതി ഇതാ ഗൈസ്, വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പുറത്തെ തറവാട് തന്നെ അവസ്ഥ, അവിടെയൊക്കെ വെള്ളം കയറി. അപ്പോൾ ഏകദേശം ഒരു അടി 1.5 അടി ഹൈറ്റിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അത്യാവശ്യം നല്ല ഒഴുക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോയിട്ട് ബാക്കി നമ്മളൊരു ലെവൽ ഹൈറ്റിൽ വെച്ച സാധനങ്ങളുണ്ട്, അതൊക്കെ കയറ്റാം. അത് പൈപ്പൊക്കെ മൂടിപ്പോയി, സൈഡിലുണ്ടായിരുന്ന പൈപ്പൊക്കെ. അപ്പം അതിൻ്റെ പണി വേഗം നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. കറണ്ട് യൂസ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ സ്വിച്ചിൻ്റെ ഭാഗത്തൊന്നും എത്തിയിട്ട് ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. ആ ഒരു ലെവലൊക്കെ വരുമ്പോഴാണ് നമ്മൾ മെയിൻ ഓഫ് ആക്കുക. അപ്പോൾ അത് ഞാനും ബാപ്പയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാക്കി പരിപാടി ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മേജറായിട്ടുള്ളതൊക്കെ നമ്മൾ കയറ്റി കഴിഞ്ഞതാണ്. പിന്നെ നമ്മളൊരു ഹൈറ്റ് ബേ ലെവലിൽ നമ്മൾ സുമാർ കണക്കിൽ വെച്ചതൊക്കെ ഉണ്ട്, അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് അടുക്കളയിലൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ട്, ഉള്ളിലൊക്കെ അതങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ബാക്കി ടി വി പിന്നെ ലെവലിൽ വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഗ്യാസൊക്കെ അത് കെട്ടി വെച്ചാണ്. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ അങ്ങോട്ട് പോവും. അതായത് വെള്ളാപ്പൻ്റെ വീട് നേരെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഓക്കെ, ബാക്കി അപ്ഡേഷൻസൊക്കെ നാളെ. ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ ഒരവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ബാക്കിയൊക്കെ നമ്മൾ ഊരിയിട്ട് ബാക്കി സാധനമുള്ള സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ നല്ല തെറിക്കും. തെറിക്കാൻ മീൻസ് എളാപ്പൻ്റെ അവിടെ നിൽക്കുന്ന അങ്ങോട്ട് പോകും ബാക്കി നാളെ.